മച്ചാമാരെ, നമ്മുടെ സീലിംഗ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ വർക്ക് തീർക്കാൻ വേണ്ടി ഒരു സൂപ്പർ ഐഡിയയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടി കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതിപ്പം ഒരു റൂമാണ്, 2 റൂമാണ്, അതായത് ഒരു ഹാള് 2 തട്ടായിട്ടാണ്. അപ്പോൾ ഇത് പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ തട്ട് ഞങ്ങൾ മുഴുവനും ചിപ്പ് ചെയ്തിരിക്കുകയാണ്, അതായത് ഫിനിഷിങ്, അതായത് തട്ട് നല്ല ഫിനിഷിങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഹാക്കി ഹാമർ വെച്ച് ഇങ്ങനെ ചിപ്പ് ചെയ്ത് ചെറിയ ചെറിയ ഹോള് പോലെ ആക്കിയിട്ടുണ്ട്. ഇത് 2 തട്ടാണ്. അപ്പോൾ നമ്മൾ ഈ 2 തട്ടും ഒരുമിച്ച് പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിൻ്റെ അന്ന് രാവിലെ വന്ന് ചാരം ഇടുന്നതിനേക്കാളും നല്ലത് തലേ ദിവസം തന്നെ നമ്മൾ ചാരം മുഴുവനും കെട്ടണം. കെട്ടിയതിന് ശേഷം നമ്മൾ ഈ തട്ട് ചിപ്പ് ചെയ്യും. അതായത് പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്ത് എല്ലാവരും ചെയ്യുന്നതാണ്, ചാരം അന്ന് രാവിലെ ചാരം ഇട്ട് പിന്നെ മേശിരി എല്ലാവരും കൂടി നിന്ന് തട്ട് ചിപ്പ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം സമയം ഒരുപാട് അങ്ങ് പോകും, അത്രയും സമയം വേസ്റ്റായി പോവുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു വർക്ക് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എളുപ്പത്തിന്, അതായത് ഒരു റൂമൊക്കെ പൂശുന്നെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ആദ്യം ഒരു റൂമിൻ്റെ ഒരു തട്ടും അടുത്ത റൂമിൽ പോയി അടുത്ത 2 തട്ട് സീലിംഗ് ആദ്യം പ്ലാസ്റ്റർ ചെയ്ത് തീർക്കണം. അപ്പം നമ്മളിപ്പോൾ അതിനു വേണ്ടി തലേ ദിവസം തന്നെ ചാരം ഇടുകയാണ്. അപ്പോൾ ചാരം ഇട്ട്, അതായത് ഇപ്പം 2 തട്ട് കംപ്ലീറ്റും പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി കണക്കാക്കിയാണ് നമ്മളിപ്പോൾ ചാരം ഇടുന്നത്. മറ്റേത് നമ്മൾ രാവിലെ വന്ന് ചാരമൊക്കെ ഇടുമ്പോൾ അത്രയും സമയം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ തട്ടെന്ന് പറയുന്നത് നമ്മൾ ഈ ഉച്ചയ്ക്ക് മുമ്പേ തട്ട് അടിച്ച് റെഡിയാക്കിയാലേ നമുക്ക് ആ ഒരു ഫിനിഷ് ചെയ്ത് ഇറങ്ങാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഫിനിഷ് ചെയ്ത് ഇറങ്ങാൻ പറ്റത്തില്ല. ഇതുപോലെ ഹാക്കി ഹാമർ വെച്ച് ഷീറ്റ്, അതായത് നല്ല ഫിനിഷിംഗ് ഉള്ള ഷീറ്റാണ്, മൊത്തം ചിപ്പ് ചെയ്യണം. ചിപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൗട്ട് അടിക്കുമ്പോൾ, അതായത് ശരിയായ രീതിയിൽ ഗ്രൗട്ട് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ചാന്ത് അടിക്കുമ്പോൾ ഈ ചാന്ത് സിമൻറ്റ് മുഴുവൻ ഇളകി വീഴും. കാരണം അതിൽ ഗ്രിപ്പ് കിട്ടില്ല. നമ്മൾ ഗ്രൗട്ട് അടിച്ച് ചാന്ത് അടിക്കുമ്പോൾ ഗ്രിപ്പ് കിട്ടില്ല. അപ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട അന്ന് ഇത് ചെയ്യുന്നതിനേക്കാളും, അത്രയും സമയം വേസ്റ്റ് ആക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിന് തലേ ദിവസമോ 2 ഹെൽപ്പർമാരെ നിർത്തി ഇതുപോലെ എവിടെയെല്ലാം ചിപ്പ് ചെയ്യാനുണ്ടോ അത് കംപ്ലീറ്റ് ചെയ്ത് ഹാക്കി ഹാമർ വെച്ച് ചിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന്, എന്നിട്ട് ചിപ്പ് ചെയ്തിട്ട് പറ്റുന്ന ചാരവും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് മേസ്ത്രിമാർക്ക് വന്നിട്ട് ചാരം കെട്ടാനോ ഒന്നിനും സമയം കളയണ്ട. നേരെ സിമൻറ്റ് മിക്സ് ചെയ്ത് നമുക്ക് പ്ലാസ്റ്ററിങ്, നമുക്ക് വർക്ക് നടക്കും. അപ്പോൾ ഇതാണ് ഹാക്കി ഹാമർ. ഇത് 1075 രൂപ അടുപ്പിച്ചേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ തലേ ദിവസം കംപ്ലീറ്റ് ചിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വർക്ക് സ്പീഡിന്, അതായത് ആദ്യം സീലിംഗ് മൊത്തം അടിച്ച് തീർക്കാൻ നോക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 12ക്ക് 12ൻ്റെ ഒരു റൂമും, അതേപോലെ 2 റൂമിൻ്റെ സീലിംഗ് നമുക്ക് 2 മേസ്തിരി മതി, വെറും 2 മേസ്തിരി മതി നമുക്ക് തീർക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് നമ്മളിത് ചിപ്പ് ചെയ്തിട്ട് നാളെ ഞങ്ങൾ അത് ഈ തട്ട് പ്ലാസ്റ്ററിങ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ 2 മേസ്തിരി നിന്നാണ് ഈ 2 തട്ടും പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. തട്ട് നല്ല വലിയ തട്ടാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തുമാത്രം ലാഭമാണ്. ഇതാണ് നമ്മളെ കയ്യാളാണ് എപ്പോഴും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഭയങ്കര ഐഡിയ ആണ് കേട്ടോ, ഭയങ്കര ട്രിക്കാണ്. കാരണം വർക്ക് പെട്ടെന്ന് സ്പീഡിന് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു ഐഡിയ ആണ് ഇത്. സമയം വേസ്റ്റ് ആവത്തില്ല. നമുക്ക് 2 മേശിരി മതി 2 തട്ടൊക്കെ നമുക്ക് പുഷ്പം പോലെ ചെയ്ത് തീർക്കാൻ. അപ്പോൾ നമുക്ക് നാളെ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന ആ ഒരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.